ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2020 നമ്മളുടെ SSLC പരീക്ഷയ്ക്ക് 2020 നമ്മളുടെ SSLC പരീക്ഷയ്ക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, what is the common difference of the arithmetic sequence x minus 1 x plus 1? x minus 1 x plus 1 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? If x minus 1 is an even number, which is the next even number? x minus 1 ഒരു ഇരട്ട സംഖ്യയായാൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? Prove that the product of two consecutive even numbers added to 1 gives a perfect square. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടും എന്ന് തെളിയിക്കുക. ഫസ്റ്റത്തെ കോമൺ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോണത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കിയേ, എക്സിലോട്ട് എത്ര കൂട്ടിയപ്പോഴാണ് എക്സ് പ്ലസ് 1 ആയത്? 1 കൂട്ടിയപ്പോഴാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ നമുക്ക് 1 അല്ലേ കിട്ടുക. ഇനി അല്ലെങ്കിൽ നോക്കിയാൽ -1 എന്ത് കൂട്ടുമ്പോഴാണ് അവിടെ -1 പോവുക? 1 കൂട്ടുമ്പോഴല്ലേ. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 1 ആണ്. ഇനി എക്സ് മൈനസ് 1 ഈസ് ആൻ ഈവൺ നമ്പർ. എക്സ് മൈനസ് 1 ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഈവൺ നമ്പർ എത്രയാണ് ചോദ്യം. ഈവൺ നമ്പറുകളുടെ വ്യത്യാസം എത്രയാണ്? ഈവൺ നമ്പറുകളുടെ വ്യത്യാസം വരുന്നത് 2 ആണ്. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈവൺ നമ്പർ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഈവൺ നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഈവൺ നമ്പർ എത്രയാ? 4 ആണ്. അടുത്തത് 6 ആണ്, പിന്നെ 8, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഈവൺ നമ്പർ എക്സ് മൈനസ് 1 ആണെന്നുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? അതിലേക്ക് ഒരു 2 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ -1 2 ആഡ് ചെയ്യുമ്പോൾ അതെന്താവും? 2-ൽ നിന്നും 1 മൈനസ് ചെയ്ത് വലുതിൻ്റെ ചിഹ്നം എന്താ വരിക? പ്ലസ് ആണ് വരിക. അപ്പോൾ എക്സ് പ്ലസ് 1 എന്നാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഈവൺ നമ്പറും കിട്ടി. ഇനി 2 ഈവൺ നമ്പറുകളുടെ കൂടെ പ്രൊഡക്റ്റുകളുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം. അപ്പോൾ ഫസ്റ്റത്തെ ഈവൺ നമ്പറിനെ ഞാൻ എക്സ് എന്നും രണ്ടാമത്തെ ഈവൺ നമ്പറിനെ ഞാൻ എക്സ് പ്ലസ് 2 എന്ന് എടുത്തു. ഓക്കെ, ഫസ്റ്റത്തെ ഈവൺ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു, പിന്നെ 2 കൂട്ടുമ്പോഴാണ് അടുത്ത ഈവൺ നമ്പർ കിട്ടുക, അതിന് എക്സ് പ്ലസ് 2 എന്ന് എടുത്തു. ഇനി ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം. കൂട്ടിയിട്ടല്ല, ഗുണിച്ചിട്ട് കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. പിന്നെ എക്സ് ഇൻറ്റു 2 എന്താണ്? 2x ആണ്. ഓക്കെ, ഇനി ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ്റെ മെത്തേഡ് സാറ്റിസ്ഫൈഡ് അല്ലേ? നോക്കി, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ ആണോ ഈ കൂട്ടിയിട്ടുള്ളത് നോക്കണം. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 2 ആണ്, 2ൻ്റെ പകുതി 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 ആണ് അല്ലേ? അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതെങ്ങനെയാണ് വരിക? എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കും, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എടുക്കും, അഥവാ 2x പ്ലസ് ആണല്ലോ, പ്ലസ്. ഇനി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് ഇത് വരിക. ഓക്കെ, അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയില്ലേ? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്തത്, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇൻ ദ ഫിഗർ ഈസ് 36 സെന്റിമീറ്റർ, AC √164. ചിത്രത്തിൽ ചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആണ്. AC √164 സെന്റിമീറ്റർ. വാട്ട് ഈസ് AB പ്ലസ് BC? AB പ്ലസ് BC എത്രയാണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം കണക്കാക്കുക. നോക്കിയേ, പെരിമീറ്റർ തന്നിട്ടുണ്ട് 36 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × L + B ആണ്. അഥവാ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടിയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. കാരണം ഇവിടെയും അതേപോലെ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ആണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി കാണുന്നതാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ AB + BC എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ചുറ്റളവിൻ്റെ പകുതി. പെരിമീറ്ററും ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ചുറ്റളവിൻ്റെ പകുതി. AB എന്ന് പറയുന്നത് നീളം, BC എന്ന് പറയുന്നത് വീതി. അപ്പോൾ ചുറ്റളവ് 36 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 18 വരും. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB എന്നാണ് പറയുന്നത്. ABയുടെ നീളം കാണാനാണ് പറയുന്നത്. ABനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BC എന്തായിരിക്കും? ആർക്ക് പറയാൻ പറ്റും?
ഓക്കെ, എ ബിനെ ഞാൻ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സി എന്തായിരിക്കും? എ ബിയും ബി സിയും കൂട്ടുമ്പോൾ 18 അല്ലേ? അപ്പോൾ 1 എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റെന്തായിരിക്കും? 18 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എ സി തന്നിട്ടുണ്ട് അല്ലേ? നോക്കിയാൽ എ ബി ബി സി എ സി, ഈ ആംഗിൾ റെക്റ്റാംഗിൾ ആയതുകൊണ്ട് എത്രയായിരിക്കും? 90 ആയിരിക്കും. ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ, അഥവാ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എക്സ് ആണ്, ബി സി എന്ന് പറയുന്നത് 18 മൈനസ് എക്സ് ആണ്, എ സി എന്ന് പറയുന്നത് √164 ആണ്. ഇനി ഇതിനെ ഈ 18 മൈനസ് എക്സിനെ നമ്മൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താണ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മളുടെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, എല്ലാവർക്കും അറിയണതാണ് അല്ലേ? അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പൊ 18ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18 പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. പിന്നെ റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് എന്താകും? ക്യാൻസൽ ആകും. അപ്പോൾ √164ന്റെ സ്ക്വയർ എന്താണ്? 164. ഇതുവരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ. അപ്പൊ എത്ര എക്സ് സ്ക്വയർ ആയി? 2x സ്ക്വയർ ആയി. ഇനി ഇവിടെ മൈനസ്, ഇനി എക്സ് ആദ്യം എഴുതാണ്, മൈനസ് 2 ഇൻറ്റു 18 36x. ഇനി 18ന്റെ സ്ക്വയർ 18 ഇൻറ്റു 18 ചെയ്താൽ മതി. എത്ര 18 ഇൻറ്റു 18 കിട്ടുക? നമ്മളുടെ ആൻസർ ഓൾറെഡി ഉണ്ട്. 8 8 64ക്ക് 4 ശിഷ്ടം 6 വരും. 1 8 8 8 2 10 4 14 വരും. 1 8 8 1 1 കേട്ടോ, 4 8 4 12 3 324. സൈഡിൽ ഗുണിച്ചിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. 324 ഈക്വൽ ടു 164. ദെൻ ഈ 324നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. എന്തിനാ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയതെന്ന് അറിയോ? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 324 മൈനസ് 164 കിട്ടും. വീണ്ടും നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ആണ് എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക, വർഗ തികവ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയത്. ഓക്കെ, ഇനി 324 നമുക്ക് 164 ഒന്ന് കുറച്ച് നോക്കാം. 4 4 പോയാൽ 0, 12 6 പോയാൽ 6, 2 1 പോയാൽ 1, 160 കിട്ടും. ഓക്കെ, വലതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ്. ഇനി എല്ലാത്തിനും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, 2x സ്ക്വയറിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 2 പോകും. 36ന്റെ പകുതിയാവും, 160ന്റെയും പകുതിയാവും. ഓക്കെ, ഇനി ഞാൻ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടോ. എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യാം. എക്സിന്റെ കൂടെ 18, 18ന്റെ പകുതി എത്രയാ? 9, 9ന്റെ സ്ക്വയർ 81. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കും, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്, 9 സ്ക്വയർ എന്ന് 9. അപ്പൊ എക്സ് മൈനസ് 9 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 80 പ്ലസ് 9ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 81. 81 80 പോയാൽ എത്രയാ? 1. അപ്പൊ എക്സ് മൈനസ് 9 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ എക്സ് മൈനസ് 9 എന്താ? √1. ഇവിടെ ഞാൻ പ്ലസ് ഓർ മൈനസ് എടുക്കാത്ത എന്തുകൊണ്ടാ? ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് വരില്ല, അപ്പൊ പിന്നെ നമുക്ക് പോസിറ്റീവ് തന്നെ മതി. ഇനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ √1 എന്ന് പറഞ്ഞാൽ 1. ഇനി മൈനസ് 9നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി 1ലോട്ട് 9 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാ? 10. അപ്പൊ എ ബിനല്ലേ നമ്മൾ എക്സ് എടുത്തത്, അപ്പൊ എ ബി നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി എന്നല്ല, എ ബിയുടെ നീളം കാണാനല്ലേ. അപ്പൊ എ ബിയുടെ നീളം എത്രയാ? 10 എന്ന് കിട്ടും, 10 സെന്റിമീറ്റർ. ഈ 2 ചോദ്യങ്ങളാണ് 2020 നമ്മളോട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അതേപോലെ തന്നെ 2 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, സ്ക്വയർ കംപ്ലീഷൻ നന്നായിട്ട് പഠിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേത് -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് സ്ക്വയർ കംപ്ലീഷൻ ഇസ് ബെറ്റർ. ഓക്കെ, സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ മോഡൽ എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പബ്ലിക് എക്സാം മാർച്ച് 3 നമ്മളുടെ പബ്ലിക് എക്സാം തുടങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. ഓക്കെ.